ക്രൊയേഷ്യൻ താരമായ ലൂക്ക മോഡ്രിച്ച് വീണ്ടും റയൽ മാഡ്രിഡിലേക്ക്. കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകും. കാരണം പ്രായം തളർത്തി തുടങ്ങിയ താരങ്ങളെ അവര് ക്ലബിന്റെ ലെജൻസ് ആണെങ്കിൽ പോലും ഒരു മനസാക്ഷി ഇല്ലാതെ ചവിട്ടി പുറത്താക്കുന്നതിന് റയൽ മാഡ്രിഡിന്റെ മാനേജ്മെന്റിന് യാതൊരു മടിയില്ല. അത്തരത്തിലൊരു മാനേജ്മെന്റ് ലൂക്ക മോഡ്രിച്ചിനെ പോലെ ഒരു താരത്തിനെ തിരികെ കൊണ്ടുവരും എന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയും സെർജിയോ റാമോസും മാസലോണിയും എല്ലാം അങ്ങനെ പുറത്തായ താരങ്ങൾ തന്നെയാണ്. അവിടെ പുള്ളിക്ക് മാത്രം എന്താണ് എക്സെപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സെപ്ഷൻ ആണ്. സംഗതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. പുള്ളി റിയൽ മാഡ്രിഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷം ഇമ്മീഡിയറ്റ് എഫക്റ്റിലായിരിക്കും റിയൽ മാഡ്രിഡ് താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക. ലൂക്ക മോഡ്രിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന് റിയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ക്ലബ്ബിൽ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഓൾറെഡി ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം അത് സ്വീകരിക്കാൻ റെഡിയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. അപ്പം വീണ്ടും നമുക്ക് കാണാം തീവെള്ളയിൽ സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ രാജാധികാരം പേറുന്ന റിയൽ മാഡ്രിഡിന്റെ തൂവെള്ള കുപ്പായത്തിൽ ക്രൊയേഷ്യൻ താരമായിട്ടുള്ള ലൂക്ക മോഡ്രിച്ചിനെ. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ കളിക്കളത്തിനകത്തല്ല കാണാൻ പറ്റുന്നത്, കളിക്കളത്തിന് പുറത്തായിരിക്കും. അതായത് സൈഡ് ലൈന് വെളിയിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഇനി ശക്തിയായിട്ട് ലൂക്ക മോഡ്രിച്ച്.